ഹലോ. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണേ. ഇന്നലെ രാത്രിയിൽ ഇവിടെ എത്തി രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ചെറിയ കറക്കമൊക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണേ. ദിയമോളില്ലാത്ത ആദ്യത്തെ യാത്രയാണേ ഞങ്ങളുടെ. അവൾക്കും ഭയങ്കര വിഷമമാണ്, ഞങ്ങൾക്കും ഭയങ്കര വിഷമമാണ്. ഇനിയിപ്പോൾ എക്സാമൊക്കെ തുടങ്ങുമല്ലേ, വെറുതെ ക്ലാസ് കളയണ്ടെന്ന് വെച്ച് അവളെ കൊണ്ടുവന്നിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, സാമ്പാർ, ഉഴുന്നുവട, പൊങ്കൽ, കേസരി, അതുപോലെ 2 തരത്തിലുള്ള ചമ്മന്തി. കുശാലായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടെ. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ടീ ഷോപ്പുണ്ട് കേട്ടോ. അവിടെ എപ്പോഴും തിരക്കാണ്. അപ്പം ഞങ്ങൾ രാത്രി വന്നപ്പോഴും ഭയങ്കര തിരക്ക്, ഇപ്പോഴും തിരക്ക്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ ഇൻക്ലൂഡ് അല്ലായിരുന്നേ. അപ്പോൾ പിന്നെ ഞങ്ങൾ രാവിലെ ആ കടയിൽ പോയി ചായ കുടിച്ചു. തിരിച്ച് വരാൻ നേരം അവിടെ പോയി ചായ കുടിച്ചു കേട്ടോ. ഭയങ്കര തിരക്കാണ്, നല്ല ടേസ്റ്റാണ് അവരുടെ ചായക്ക്. ഫുഡ് കഴിച്ച് നേരെ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി ഞങ്ങൾ വന്നേ. അപ്പോൾ ബസ് വന്ന് ഓടിപ്പോയി ബസ്സിൽ കയറിയേ. 2 ബസ് കയറി വേണം പോകാനേ. ശിവപ്രതിമ കാണാൻ വേണ്ടി പോവാനേ. 2ാമത്തെ ബസ്സിലാണെന്നുണ്ടെങ്കിൽ സീറ്റും കിട്ടിയില്ല കേട്ടോ. 2 പേര് ഏറെ നേരം നിന്ന്. പിന്നെ നമ്മൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവരായതുകൊണ്ട് സൈഡിൽ കണ്ട തെങ്ങും തോപ്പുകളും മറ്റ് കൃഷികളും കമുകിൻ തോപ്പുകളും പിന്നെ ഒത്തിരി മയിലിനെ കണ്ടു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു, പറന്നു പോകുന്നു. പക്ഷേ ഒന്നിനെ അടുത്ത് കാണാഞ്ഞത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിതേ സ്ഥലത്തെത്തിയേ. ഇനി നമുക്ക് ഈ ആദിയോഗി ശിവപ്രതിമയെക്കുറിച്ചൊന്ന് അറിഞ്ഞാലോ. ആത്മീയാചാര്യനായ ജഗ്ഗി വാസുദേവൻ്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ. പശ്ചിമഘട്ടത്തിൻ്റെ അരികിലായി വെള്ളിയാങ്കരി മലനിരകളുടെ താഴ്വരയിലുള്ള ഈ പ്രതിമ 2 കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്തു എങ്കിലും 8 മാസം കൊണ്ട് നിർമ്മിച്ചു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഊർദ്ധകായ പ്രതിമ എന്ന ഗിന്നസ് റെക്കോർഡും നേടിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ശിവഭക്തി ആയതുകൊണ്ട് തന്നെ ഈ മലനിരകൾക്ക് നടുവിലായിട്ട് തലയുടുപ്പോടെ നിൽക്കുന്ന ശിവഭഗവാനെ കണ്ടപ്പം എനിക്ക് എന്തൊരു സന്തോഷമാണ് തോന്നിയെന്ന്. നമ്മളിപ്പോഴും ബസ്സിൽ തന്നെയാണ് കേട്ടോ. ബസ് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമൊക്കെ ഇതിനകത്ത് തന്നെയാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ചൂട്, ഭയങ്കര വെയിൽ, ഭയങ്കര ദാഹവേ, അൺസൈക്കബിൾ. ആദ്യത്തെ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ അവിടുത്തെ ഒരു കടയിൽ കയറി ഓറഞ്ച് ജ്യൂസ് കുടിച്ചു 2 പേരുവേ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ധൈര്യത്തിന് ഒരു വെള്ളം കൂടെ വാങ്ങിച്ച് കൈ കരുതിയേ. ഭയങ്കര ദാഹം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു കരിക്കും വെള്ളമൊക്കെ കുടിച്ച് കാളവണ്ടിയിൽ കയറി നേരെ സ്റ്റാച്ചുവിന് അടുത്തോട്ട് പോയി കേട്ടോ. കാളയുടെ കഷ്ടം തോന്നി കേട്ടോ. അതിൻ്റെ ഓട്ടം കണ്ടപ്പം കയറുണ്ടായിരുന്നെന്ന് തോന്നിയേ. ഒരാഗ്രഹമായിരുന്നു കാളവണ്ടിയെ കയറണമെന്നുള്ള. ഞാൻ തിരുവണ്ണനോട് പറഞ്ഞു, കാളവണ്ടി കണ്ടപ്പോൾ തന്നെ പറഞ്ഞു എനിക്കതേ കയറണമെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ആ വലിച്ചുകൊണ്ട് പോകുന്ന ഓട്ടത്തിൻ്റെ ആ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും കണ്ടപ്പോഴത്തേക്കും കയറേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. എന്നാൽ ക്ഷീണം കാരണം ഇറങ്ങാനും തോന്നുന്നില്ല. ആ ഒരവസ്ഥ. ഇടയ്ക്ക് വെച്ച് പുള്ളിക്കാരൻ അങ്ങ് നിന്ന് കേട്ടോ. തീർന്നു, പുള്ളിയുടെ കപ്പാസിറ്റി കഴിഞ്ഞെന്നുള്ള രീതിയിൽ കൂടെ പുള്ളി അങ്ങ് നിന്ന്. അപ്പോൾ മറ്റേ അത് ഓടിക്കുന്ന ആൾ എന്നൊക്കെ ഉള്ള സൗണ്ടൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇപ്പോൾ ഇതൊക്കെ സ്പീഡ് കൂട്ടും.